എൻ്റെ പേര് ഷിബിലി മനോജ്. ഞാൻ കോട്ടയം ജില്ലയിൽ വരുന്നു. വിജയപുരം രൂപത സെൻറ്റ് മേരീസ് ചർച്ച് തെള്ളകം ആണ് എൻ്റെ ഇടവക. ഞാൻ ആദ്യമായിട്ട് പറയുന്നത്, എനിക്ക് എൻ്റെ കുടുംബത്ത് ഒത്തിരി ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഉണ്ടായിരുന്നു. എൻ്റെ ഭർത്താവ് ഒരു മദ്യപാനിയായിരുന്നു. ഭർത്താവ് എന്നും മദ്യപിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു മെൻ്റൽ രോഗിയെ പോലെയാണ്. എന്നും വന്നു കഴിഞ്ഞാൽ സ്വസ്ഥതയില്ല, സമാധാനവും ഇല്ല. എന്നെയും പിള്ളേരെയും എടുത്ത് തല്ലുകയും വഴക്കുണ്ടാക്കുകയും എല്ലാം ചെയ്യും. അപ്പം ഞങ്ങൾക്ക് വീടുമില്ല. 3 വർഷമായിട്ട് ഈ ഷെഡിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. 3 ഷെഡ് ഞങ്ങൾ മാറി മാറി വെച്ചു. എന്നിട്ടും ഭർത്താവ് കൂടിയായപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരത്തിയോട് പറഞ്ഞു, ഞാനൊരു ആശാ വർക്കറും കൂടിയാണ്, കൂട്ടുകാരത്തിയോട് പറഞ്ഞു, എടി ഇന്ന പോലെ പ്രശ്നങ്ങളൊക്കെയാണ് കുടുംബത്ത്, എന്നാ ചെയ്യേണ്ടത്? ഞാൻ എന്നും പള്ളിയിൽ പോവുകയും എല്ലാ ധ്യാന കേന്ദ്രങ്ങളിൽ പോവുകയും എല്ലാം ചെയ്തു. പക്ഷേ മാതാവ് എനിക്കൊരു വീടും തന്നില്ല. എൻ്റെ ഭർത്താവിൻ്റെ ദൈവം എനിക്കൊരു വീടും തന്നില്ല. ഭർത്താവിൻ്റെ മദ്യപാനവും മാറിയില്ല. ഞാനിനി എന്നാ ചെയ്യും? ഞാനിനി പിള്ളേരെ ആയിട്ട് വല്ലതും മരിക്കുകയോ വല്ലതും ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കൂട്ടുകാരത്തി പറയുന്നത്, ഇതെൻ്റെ കൂട്ടുകാരത്തിയുടെ മോളാണ്. ഈ കൊച്ചിൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ഒന്നും വിഷമിക്കേണ്ട, യൂട്യൂബിൽ കയറി കൃപാസന മാതാവിൻ്റെ പ്രാർത്ഥന എന്നും 5:30 എഴുന്നേറ്റ് ചെല്ലി നോക്കാൻ പറഞ്ഞു. അത് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഞാൻ 3 ദിവസം അടുപ്പിച്ച് ഞാൻ മാതാവിൻ്റെ പ്രാർത്ഥന 5:30 എഴുന്നേറ്റ് ചെല്ലും. അപ്പോൾ അതും എനിക്കൊരു ശല്യമായിരുന്നു. ഈ പുള്ളി 4 മണിയാകുമ്പോഴേ എണീക്കും. അപ്പം നീ ചോദിക്കും, നീ എന്നാ പ്രാർത്ഥന കേൾക്കുന്നത്? എനിക്ക് എൻ്റെ മണർകാട്ടമ്മയ്ക്ക് അടിമയാണ് ഞാൻ, മണർകാട്ടമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് മാതാവുള്ളെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ വന്ദിച്ചാലും നിന്ദിക്കരുത്, മാതാവെല്ലാം ഒരുപോലെയാണ്, എന്നാലും കൃപാസനാമ്മ ഒരു ഉടമ്പടിയുടെ മാതാവാന്ന് പറഞ്ഞു. ഉടമ്പടിയുടെ മാതാവാന്ന് പറഞ്ഞു. ഞാൻ പിന്നെ വീണ്ടും ഇങ്ങനെ ചൊല്ലി കഴിഞ്ഞപ്പോൾ 3-ാം പൊക്കം. ഇപ്പോൾ ഈ കുടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ പുള്ളി ജോലിക്കും പോകത്തില്ല. എനിക്ക് 3 പിള്ളേരുടെ പ്രാരാബ്ദങ്ങളും ഞാൻ ഏറ്റെടുക്കണം, അവരെ വിദ്യാഭ്യാസവും ചെയ്യിക്കണം. പണിയുണ്ടെങ്കിൽ ആ പൈസ ചിലവിന് തരും, പിള്ളേരുടെ കാര്യത്തിന് വേറൊന്നിനും തരത്തുമില്ല. അങ്ങനെ ഞാൻ വിഷമിച്ചിരുന്നപ്പം ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് 23 വർഷമായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇനി ഒരു കാര്യം ചെയ്യും, പിള്ളേരെ 3 പേരെയായിട്ട് വീട്ടിൽ പൊക്കോ, എനിക്ക് എൻ്റെ വീട്ടിൽ കിടക്കാൻ ഇടയുണ്ട്, ഞാനിവിടെ കിടന്നോളാം, വീട്ടിൽ പൊയ്ക്കോളാൻ പറഞ്ഞു. അല്ലെങ്കിൽ പ്ലെയിനും ട്രെയിനും കപ്പലും ഒന്നും അല്ലാത്ത വാഹനം അല്ലാത്ത എല്ലാ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറാണ്. എവിടെയെങ്കിലും പോയി ഒരു വാഹനം ഓടിക്കാൻ ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കുമാണ് ഞാനിതിങ്ങനെ പറഞ്ഞു. തലേദിവസം പറഞ്ഞു, 3-ാം പൊക്കം ഉടമ്പടി മാതാവ്, കൃപാസന മാതാവ് എൻ്റെ വീട്ടിൽ മുല്ലപ്പൂ മണമായിട്ട് വന്നു. അപ്പം ഞാൻ ഓർത്തത് എന്ത് കളിയായിരിക്കും, മുല്ലപ്പൂ മണം കൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ എൻ്റെ തറവാട്ടിൽ ചെന്ന് നോക്കുന്നു, അയലൊക്കത്തുള്ള വീട്ടുകളിലെല്ലാം ചെന്ന് നോക്കുന്നു, ആരാണ് വല്ല ലോഷനോ വല്ല നല്ല മണമുള്ള എന്തെങ്കിലും ഇട്ട് തുണിയൊക്കെ അലക്കി പശയൊക്കെ മുക്കിയിട്ടുണ്ട്. ഞാൻ എല്ലായിടത്തും ഓടി നടന്നിട്ട് ഒന്നുമില്ല, ഒരു മണം. അത് കഴിഞ്ഞ് എനിക്ക് ഇങ്ങനെ വെളിപ്പെടുത്തരുത്, എൻ്റെ കൃപാസന മാതാവ് എൻ്റെ ഭവനത്തിൽ വന്നതാണ്. അന്ന് തന്നെ ഈ പുള്ളിയെ ഞാൻ വഴക്കുണ്ടാക്കി. പുള്ളി രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, പിള്ളേരെയും കൊണ്ട് പൊയ്ക്കോളാൻ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. പക്ഷേ പുള്ളി ഒരു കമ്പനിയിൽ ജോലി ചോദിക്കാൻ പോയിരുന്നതായിരുന്നു. വൈകുന്നേരം ഒരു 5 മണിയായപ്പം വന്നിട്ട് പറഞ്ഞു, എടി ഏറ്റുമാനൂർ സെൻറ്റ് മേരീസ് സിമെൻറ്റ് കമ്പനിയിൽ കമ്പിയും സിമെൻറ്റും ഒക്കെയുള്ള വലിയ ചെന്നൈയിൽ നിന്ന് വരുന്ന വലിയ ഗോഡൗണുള്ള കമ്പനിയാണ്, എനിക്ക് അവിടെ ജോലി കിട്ടിയെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, മാതാവിനെ കുറ്റം പറഞ്ഞില്ലായിരുന്നോ? ഇത് ആരാ തന്നത്? മാതാവ് ഇന്ന് എൻ്റെ അടുത്ത് മുല്ലപ്പൂ മണമായിട്ട് വന്നെന്ന് പറഞ്ഞു. അന്ന് തന്നെ പള്ളിയിൽ നിന്ന് അച്ഛൻ വിളിക്കുവാണ്, ഷിബിലി, നിങ്ങൾക്ക് വീടിന് ഞങ്ങൾ രൂപതയിൽ നിന്ന് തരാമെന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ പള്ളിയിലേക്ക് വാ, നാളെ നമുക്ക് തറക്കല്ലിടാമെന്ന്. പുള്ളിക്ക് അന്ന് ജോലിയും കിട്ടി. പിറ്റേ ദിവസം തറക്കല്ലിടിയിലും നടന്നു. ഭവനം പണി ഞങ്ങൾ തറക്കല്ല് ഇട്ട് തറ കെട്ടി കഴിഞ്ഞ് കുറച്ച് നാളത്തേനത് അങ്ങനെ കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ലൈഫിൽ EMS ഭവന പദ്ധതി തൊട്ട് ഞാൻ പഞ്ചായത്തിൽ വീടിന് കൊടുത്തിരുന്നതാണ്. എനിക്ക് ഒരു അനുഗ്രഹവും പഞ്ചായത്തിൽ നിന്ന് കിട്ടിയില്ല. അപ്പോൾ പള്ളിയിൽ നിന്ന് പറഞ്ഞു, വീട് പണിത് താക്കോല് കയ്യിൽ തരാം, ഫുള്ളായിട്ട് പണിത് തരാമെന്ന് പറഞ്ഞു. അതും തടസ്സപ്പെട്ടു പോയി. അപ്പം പെര പണിയുന്നതിൽ ഒത്തിരി ശത്രുതയൊക്കെ ഉണ്ടായിരുന്നു.
അത് ഞാൻ നാഗമ്പടം പള്ളിയിൽ പോയി ദിവസവും എല്ലാ ചൊവ്വാഴ്ച ദിവസവും പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനവും മാറി, വീടിനും തടസ്സം മാറിയില്ല. അത് മാറുകയില്ല. അതുപോലെ ഞാൻ കണ്ണുനീര് തമ്പുരാൻ്റെ മുമ്പിൽ കളഞ്ഞിട്ട് അത് മാറുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഈ കഴിഞ്ഞ ദിവസം ഈ ലൈഫിൻ്റെ പദ്ധതി വന്നപ്പോഴും പറഞ്ഞു, അയ്യോ ഷിബിലിക്ക് പ്രായക്കുറവാണ്, 60 വയസ്സിന് മേളിലോട്ടുള്ളവർ വല്ലവരും ഉണ്ടെങ്കിലേ ഉള്ളൂ അനുവദിച്ച് കിട്ടുകയുള്ളെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം എൻ്റെ മാതാവിനോട് പറഞ്ഞു, എനിക്കിപ്പം ഞാനിങ്ങനെ മാതാവ് വന്നു കഴിഞ്ഞ് ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഉടമ്പടി എടുക്കാനൊന്നും പറ്റിയില്ല. ഞാൻ വന്നപ്പം ഒരിക്കലും എങ്ങും കാണാത്തതായ ഒരു നല്ലൊരു അന്തരീക്ഷമാണ് വന്നുവെച്ച് ഞാൻ ഈ ഭർത്താവും വീട്ടിൽ ആരും അറിയാതെ കണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരിയുടെ കൂട്ടത്തിലാണ് ഞാൻ വന്നത്. ഞങ്ങൾ ഈ സിറ്റുവേഷനെല്ലാം അറിഞ്ഞു പോയിട്ട് ഞാൻ പ്രാർത്ഥിച്ചെടി നമുക്ക് പോകാം, നമ്മളൊരു ആശാ വർക്കറും കൂടിയാണ്, നമുക്ക് ഫീൽഡിൽ വർക്കുണ്ട്, PHSയിൽ വർക്കുണ്ട്, അങ്ങനെ കുറേ സബ് സെൻ്റർ വഴി വഴക്കുണ്ട്, എന്നാലും നമുക്ക് ഇതൊക്കെ വെച്ച് നമുക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് എടി പൈസയ്ക്ക് ബുദ്ധിമുട്ടാണ്, അത് പൈസയൊക്കെ എങ്ങനെയും ഉണ്ടാകും, നീ ധൈര്യമായിട്ട് പോരാൻ പറഞ്ഞ് ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ചേച്ചി പറയുക, നീ എടി ഞാൻ കൃപാസനത്തിൽ പോവുക, ഒരു 6 മണിയായപ്പോൾ ഒരുങ്ങിയിട്ട് പോയി, നിൻ്റെ പണിയൊക്കെ കഴിഞ്ഞോ, വീട്ടിൽ ആരും അറിയണ്ട, നമുക്ക് കൃപാസനത്തിൽ പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ 2 പേരും ഇവിടെ വന്നു. ഫെബ്രുവരി 2-ാം തീയതി ഇവിടെ വന്നു ഉടമ്പടി എടുത്തു. ഫെബ്രുവരി 2-ന് വന്ന് ഉടമ്പടി എടുത്തു. മാർച്ച് ആദ്യം തന്നെ എനിക്ക് കട്ടല വെക്കാനായിട്ട് ഉള്ള പണവും കിട്ടി, പള്ളിയിൽ നിന്ന് കിട്ടി. അങ്ങനെ എനിക്ക് വഴിയില്ല, 3-4 ലോഡ് കട്ട വഴിയിലിറക്കുന്നു, മിറ്റിൽപ്പൊടി ഇറക്കുന്നു, സകല സാധനവും വഴിയിലിറക്കിയിട്ടിരിക്കുന്നു. മഴയുടെ മാസവും എന്നെ അന്ന് പറഞ്ഞാലും അമ്മ മാതാവ് ഇടപെട്ട് എൻ്റെ ഭവനം പണി ഇന്ന് വാർത്തു. അപ്പോൾ എനിക്ക് വന്ന മേസ്തിരി എങ്ങനെയുള്ളതായിരുന്നറിയോ, ഇവിടെ കൃപാസന ഉടമ്പടിയുള്ള മേസ്തിരി. അപ്പോൾ ഞാൻ എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ നമ്മുടെ ഈ കൃപാസനത്തിലെ പുസ്തകമൊക്കെ എടുത്ത് വെച്ച് ഞാൻ തിരിയും കത്തിച്ച് കൃപാസന തൈലോ ഉപ്പും എല്ലാം കൊണ്ടുവന്ന് വെച്ച് ഞാൻ പ്രാർത്ഥിക്കുക. അവരാരും പ്രാർത്ഥിക്കില്ല, എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുക. അമ്മയുടെ ഒരു കാശ് രൂപവും അന്ന് രാവിലെ ഞാനും എൻ്റെ മോളും കൂടി എൻ്റെ ഇടവപ്പള്ളിയിൽ പോയി, അടുത്ത ഇടവപ്പള്ളിയിൽ പോയി അച്ഛനെ കൊണ്ടൊരു കുരിശും വ്യഞ്ചരിപ്പിച്ചു. അമ്മേനെയും കട്ടലയുടെ അടിയിൽ വെച്ചിട്ട് എന്നോട് കൃപാസന തൈലം ഇട്ടാ ഉപ്പ് ഇട്ടങ്ങ് കുഴച്ചേച്ച് എൻ്റെ കട്ടലയ്ക്ക് അടിയിലൂടെ വെച്ചു. ഇത് അമ്മയുടെ തിരുക്കുമാൻ്റെയും കരങ്ങളിലേക്ക് തന്നിരിക്കുക. എനിക്ക് മെയ് 22-ന് ഇപ്പുറം എനിക്ക് ഭവനം നീ തരണേന്ന് പ്രാർത്ഥിച്ചു. മെയ് 22-ന് ഇപ്പുറം എൻ്റെ വീട് വാർത്തു. ഇനി ബാക്കി പണികളെല്ലാം കിടക്കുമോ. എനിക്കെൻ്റെ ജീവിതത്തിൽ നടക്കാത്ത കാര്യം എൻ്റെ അമ്മ നടത്തി തന്നു. പിന്നെ രണ്ടാമത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിന് വിശ്വസിക്കാൻ തക്കവണ്ണം ഈ പുള്ളി കമ്പനി ജോലി കിട്ടിയെന്ന് പറഞ്ഞു, എടി എനിക്ക് KV ലൈസൻസ് ഇല്ല, ഞാൻ ഈ പണി അങ്ങ് നിർത്താൻ പോവാം. അപ്പം ഞാൻ എന്നാ വിചാരിച്ചെന്ന് വെച്ചാൽ എനിക്ക് രാവിലെ തൊട്ട് കുടിച്ചിട്ട് വന്ന ശല്യമാണ്. ഞാൻ ആശുപത്രി ഓപ്പിട്ട് കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ പോയി അവിടെ വരും, എൻ്റെ കൂട്ടുകാരാണ് പിന്നെ പുള്ളിയെ ഓടിച്ചു വിടുന്നത്, എന്നെ എന്നെ ജോലി ചെയ്യിപ്പിക്കുകയില്ല. അങ്ങനെ ഇരുന്ന് എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ പൈസ അടയ്ക്കാം, നിങ്ങൾ ഹെവി ലൈസൻസിന് അപേക്ഷിക്കാൻ പറഞ്ഞു. അന്നേരവും പറഞ്ഞു, എൻ്റെ മണർകാട്ടമ്മ ഉണ്ടെങ്കിൽ എനിക്ക് അത് ഞാൻ പാസ്സാകുമെന്ന് പറഞ്ഞു. ആദ്യമേ പോയി പാസ്സായില്ല, അത് കഴിഞ്ഞ് രണ്ടാമതും പോയി പാസ്സായില്ല. 99 മാർക്കും കിട്ടി. പുള്ളിക്ക് 1 മാർക്കിന് പോവുക 2 പ്രാവശ്യവും. ഞാൻ അന്നേരം പറഞ്ഞു, അമ്മയെ കുറ്റം പറഞ്ഞില്ലേ, അമ്മ തമാശയുള്ള അമ്മയൊന്നുമല്ല, ഉടമ്പടിയുടെ മാതാവാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് വിളിച്ചു ഇതിന് ചെല്ലാൻ പറഞ്ഞപ്പം പറയേ, എടി ആ കാശ് രൂപ ഇങ്ങോട്ടും തരാവോ, ആ തൈല ഇച്ചിരി എൻ്റെ നിറകയിലും ദേഹത്തും എല്ലായിടത്തും ഒന്ന് പെരട്ടാവോ, എൻ്റെ സ്കൂട്ടറിൽ കൊണ്ട് ആ ഉപ്പൊന്ന് വെതറാവോ, പേടിച്ചാവോ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് രാഷ്ട്രത്തെ പരീക്ഷണം, ഇതുകൊണ്ട് ധൈര്യമായിട്ട് അങ്ങ് പൊയ്ക്കോളാൻ പറഞ്ഞു. പോയി ഒരു 5:30 മഴയാണ്. പുള്ളി ഒരു 5:30 ആയപ്പം വിളിച്ചിട്ട് പറയും, എടി ഞാൻ പാസ്സായി കേട്ടോ എന്ന്. ഞാൻ പറഞ്ഞത് ആരാ പാസ്സാക്കിയെന്ന് ചോദിച്ചു. ഇത് മാതാവാ പാസ്സാക്കിയെന്ന് പറഞ്ഞു. അത്ഭുതം. അങ്ങനെ വിശ്വാസത്തിൽ വാ. അത് കഴിഞ്ഞ് എൻ്റെ തിരിയും സാധനങ്ങളും ഒക്കെ തീർന്നു കഴിഞ്ഞപ്പം പുള്ളി പറഞ്ഞു, വണ്ടി വർക്ക്ഷോപ്പിലാണ്, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഇന്നിവിടെ കിടന്ന് ഉറങ്ങാൻ ഞാൻ പോകുന്നത്. എന്നാൽ പപ്പ ഒരു കാര്യം ചെയ്യും, എൻ്റെ തിരി സാധനങ്ങളൊക്കെ തീർന്നു, നമുക്ക് സ്കൂട്ടറെ കൃപാസനത്തിൽ പോകാമെന്ന് പറഞ്ഞു. കോട്ടയത്തുനിന്ന് ഞങ്ങൾ ഇവിടെ സ്കൂട്ടറെ വന്നു.
എനിക്ക് ആവശ്യമുള്ള എൻ്റെ സാധനങ്ങളും എല്ലാം വാങ്ങിച്ച് അവിടെ 2:30 ആകുമ്പം വണ്ടി കിട്ടും, നമുക്ക് പോകാം എന്നെ ഇവിടെ 2:30 ആകുമ്പം കൊണ്ടുവരണേ, എനിക്ക് വണ്ടി കമ്പനി ലോഡ് കയറ്റാനുള്ളതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 2:30 ആകുമ്പോൾ വരാമെന്ന്. 2:30 ആയപ്പം ചെന്ന് എനിക്ക് സന്തോഷകരമായ ഒരു പുള്ളിക്കും വിശ്വാസമായി. കാരണം അമ്മ പറഞ്ഞാൽ തീരാൻ പറ്റിയല്ലോ അമ്മയുടെ അനുഗ്രഹം. അങ്ങനെ അത് പറഞ്ഞു. വീട് പണി നടന്നു. പിന്നെ എൻ്റെ മോന് എൻ്റെ അനിയത്തിയുടെ കൊച്ചിൻ്റെ കുർബാനയ്ക്കുള്ള ഏപ്രിൽ മാസത്തിലായിരുന്നു. അവൾ സൗദിയിലാണ്. അപ്പം വന്നപ്പോഴത്തേക്കും കൊച്ചിൻ്റെ കുർബാനയപ്പോഴും ഏപ്രിൽ മാസം നടത്തുക. അന്നേരം അനിയനും കൊച്ചും മാത്രമേ ഉള്ളൂ അവർ താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇളയ മോനോട് പറഞ്ഞേടാ നീ ഇന്ന് വാ, എനിക്ക് നമ്മുടെ വീടൊക്കെ ഇന്ന് ഒരുക്കണ്ടേ വരാൻ പറഞ്ഞു. അപ്പം രാവിലെ ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റിയില്ല. ഇവന് ക്ഷീണം കൊണ്ട് അങ്ങ് കിടന്നു. അപ്പം പറഞ്ഞു സ്കൂട്ടർ എടുത്തുകൊണ്ട് കൊച്ച് അവിടെ കടയിൽ ചെന്ന് 500 രൂപയ്ക്ക് നമുക്ക് കഴിക്കാനുള്ള സാധനവും വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പം 4 സൈഡിൽ നിന്നും വണ്ടി വരുന്നതാണ്. കൊച്ചാണെങ്കിൽ 16 വയസ്സോ ആയുള്ളൂ. ഒരു ഹിന്ദിക്കാരൻ റെൻറ്റിന് വണ്ടി എടുത്തുകൊണ്ട് വന്നതാണ്. കൊച്ചിനെ ഇടിച്ചു. കൊച്ചിൻ്റെ കാറിൻ്റെ ഫ്രണ്ട് വഴി മേളുവഴി കൊച്ച് അപ്പുറത്ത് കടന്നു. കൊച്ചിൻ്റെ കൈവെള്ളയിൽ ഒരു പോറൽ മാത്രമേ പറ്റിയുള്ളൂ. അന്നേരം ആരാ രക്ഷപ്പെടുത്തി? എൻ്റെ കൃപാസന മാതാവ്. അത് കഴിഞ്ഞ് അന്ന് കുർബാനയ്ക്കുള്ള പാട് പിറ്റേ ദിവസം 4 ദിവസം കഴിഞ്ഞപ്പോൾ അവൾ സൗദിയിൽ നിന്ന് വന്നു. കുർബാനയ്ക്കുള്ള പാട് നടന്ന് രാത്രിയിൽ ഞങ്ങൾ 2 പേരും പോയി. 2 പേരും അവരുടെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വഴിയില്ല. അപ്പം ഇങ്ങനെ കൊക്ക പോലെയാണ് താഴെ. സ്കൂട്ടറെ വന്നിട്ട് എന്നെ താഴെ ഇറക്കിയിട്ട് ഞാൻ ഹെൽമെറ്റും ഒക്കെ ആയിട്ട് പിടിച്ചോണ്ട് ഞാൻ നോക്കുമ്പോൾ കൊക്കയിലേക്ക് ഇങ്ങനെ വണ്ടിയായിട്ട് നിൽക്കുക. മാതാവ് തടഞ്ഞ് നിർത്തിയിരിക്കുക. ഞാൻ എന്നിട്ട് പിടിച്ച് വലിക്കുക. ഒന്നും പറ്റിയില്ല, ഒരു പോറൽ പോലും പറ്റിയില്ല. ഞങ്ങൾ 2 പേരും കൂടി വണ്ടി വലിച്ചു വഴിയിലേക്ക് കയറ്റി ഞങ്ങൾ വീട്ടിൽ പോയി. അങ്ങനെ മാതാവ് കാത്തു. പിറ്റേ ദിവസവും ഞാൻ പറഞ്ഞു പപ്പ നാളെ ഒരനുഭവം കൂടി വരുമെന്ന് പറഞ്ഞു. ഈ കുർബാനയ്ക്കുള്ള പാട് നടന്ന വീടിൻ്റെ അടുത്ത് ഈ പുള്ളി മുറുക്കുന്ന സ്വഭാവമുണ്ട്. അപ്പം പുള്ളിക്കാരൻ കരോട്ട വീട്ടിൽ മുറുക്കാൻ വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്കും അവിടുത്തെ ആ ചേട്ടൻ മുറുക്കാൻ എടുക്കാൻ പോയ സമയത്ത് പട്ടീനെ പുന്നാരിച്ചതാണ്. പട്ടി ചെറുവിരലിൻ്റെ കടിച്ച് ബ്ലഡിൽ കുളിച്ച് നിൽക്കുക. അപ്പം ഞാൻ പറഞ്ഞു നാളെ അനുഭവം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പുള്ളി അമ്മയെ കളിയാക്കുമായിരുന്നേ. അപ്പം ഞാൻ പറഞ്ഞു വന്നിച്ചാലും നിന്ദിക്കരുത്, നമ്മളാരും വന്നിച്ചാലും നിന്ദിക്കരുത്. നമുക്കൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസമുള്ള വ്യക്തിയാണ് നമ്മളോട് പറയുന്നത് വിശ്വസിക്കൂ ഫലം പെറുക്കി കിട്ടുമെന്ന്. അങ്ങനെ അത് നടന്നു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് വീട് പണിക്ക് വന്ന ചേട്ടൻ സിമെൻറ്റും ചുമന്ന് വെച്ച് തിരിച്ചു പോകുമ്പോൾ ഈ കൊക്കയിലേക്ക് തന്നെ ആ ചേട്ടൻ മറിഞ്ഞു. ചേട്ടൻ വീണ് താഴെ അലക്കുകല്ല് കിടക്കുന്നു. വലിയ കൊക്ക, ഒരു പോറൽ പോലും പറ്റിയില്ല. നമുക്ക് എല്ലാ കാര്യത്തിനും മാതാവ് പടിയായി നമ്മളെ ഉയർത്തിക്കൊണ്ടി. അതാണ് എൻ്റെ വിശ്വാസം. ആരെന്നാ പറഞ്ഞെന്ന് പറഞ്ഞാലും എൻ്റെ അമ്മ കൈവിടില്ല. ആരെന്ത് പ്രാർത്ഥന പറഞ്ഞു. ഞാൻ പാലിയേറ്റീവ് കെയറിൽ പോകുമ്പം അവിടെ എല്ലാം ഞാൻ പത്രമായിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ പിന്നെ പാലിയേറ്റീവ് കെയറിലെ ഞങ്ങളുടെ ആംബുലൻസ് ഓടിക്കുന്ന ആംബുലൻസ് വർക്ക്ഷോപ്പിലാണ്. അപ്പം അതിന് പകരം ഞങ്ങളുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന കുഞ്ഞുമോളി ചേച്ചി എന്ന് പറഞ്ഞൊരു ചേച്ചിയുടെ ഭർത്താവിന് ഈ വെള്ളിമുങ്ങ വലിയ ഓട്ടോയുണ്ട്. ആ ഓട്ടോയാണ് ഞങ്ങളുടെ ആംബുലൻസിന് പകരം വരുന്നത്. അപ്പം ആ ചേട്ടൻ ഇങ്ങനെ പാലിയേറ്റീവിന് പോയിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് പുതിയ വീട് പണിയാണ്. മക്കൾ 3 പേരും UK വീട് പണിയാണ്. അപ്പം പഴയ വീട് ചേട്ടൻ 2-3 കല്ലിളക്കി പൊളിച്ചപ്പോഴത്തേക്കും ചേട്ടൻ്റെ ദേഹത്തേക്ക് ഈ വീട് മൊത്തം ഇടിഞ്ഞ് വീണിട്ട് ചേട്ടൻ മണ്ണിനടിയിലായി പോയി. അതിന് മുമ്പ് മോൻ UK വിളിച്ച് ചേച്ചിയും സംസാരിച്ചു, ചേട്ടനും സംസാരിച്ചു. എന്നിട്ട് ചേട്ടൻ സംസാരിച്ചിട്ട് ഓടിപ്പോയി വീടിളക്കി. വീട് മുഴുവൻ ദേഹത്ത് വീട്. ഒരു ഒച്ച കേട്ടിട്ടും ഈ ചേച്ചി മോനുമായിട്ട് വർത്താനം പറഞ്ഞ് വിളിച്ച് അവിടെ ഇരിക്കും. ഒച്ച കേട്ടും പറഞ്ഞു ഓ സണ്ണിച്ചേട്ടനൊന്നുമില്ല, അല്ലെങ്കിൽ ഓടി മാറിക്കാണെന്ന് പറഞ്ഞിരിക്കും. അന്നേരം ഇപ്പുറത്ത് വീട് പണിയുന്ന ആൾക്കാർ വന്നു വെച്ച് ചേട്ടനെ നോക്കിയപ്പോൾ ചേട്ടനെ കാണുന്നില്ല. ചേട്ടൻ മണ്ണിനടിയിൽ ബ്ലഡിൽ കുളിച്ച് കിടക്കുക. തലച്ചോറ് ഒരു സൈഡിലേക്ക് പോയി. അപ്പം ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എൻ്റെ കൃപാസനമ്മേ സണ്ണിച്ചേട്ടൻ എല്ലാവർക്കും വേണ്ടി സേവനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എത്രയോ നല്ല മനുഷ്യനാണെന്നറിയാവോ. അത് അങ്ങനെ നല്ല സേവനം ചെയ്യുന്ന ഒരു വ്യക്തി. സണ്ണിച്ചേട്ടനൊന്നും വരുത്തുക. എൻ്റെ കൃപാസനമ്മേ ഞാൻ സാക്ഷി പറഞ്ഞോളാം. അപ്പം മക്കൾ രക്ഷപ്പെടിയാലെന്ന് പറഞ്ഞ് ICU ആണ്. അന്നേരം വേറൊരു ആശാവർക്കറുണ്ട്. പുള്ളിക്കാരത്തി എന്നെ ചെയ്തു ഈ തൈലവും ഉപ്പും എല്ലാം ആയിട്ട്
ചേച്ചിക്ക് കൊടുത്തു വിട്ടായിരുന്നു ICUലേക്ക്. അതൊക്കെ തൊട്ട് പ്രാർത്ഥിച്ചു. പക്ഷെ ഞാൻ സാക്ഷി പറഞ്ഞേക്കാവുന്നതായിരുന്നു. ഇപ്പോൾ 2 ആഴ്ചയ്ക്കുള്ളിൽ സണ്ണിച്ചേട്ടനെ ICU ഇറക്കി. സണ്ണിച്ചേട്ടൻ പൂർണ്ണ സൗഖ്യവാനായി. ഇപ്പോൾ സണ്ണിച്ചേട്ടന് വാഹനം ഓടിക്കാൻ വരണം, അത്രയും മേലായി. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ആങ്ങളയുടെ ഭാര്യയുടെ പപ്പ എൻ്റെ അമ്മയച്ഛൻ്റെ മരിച്ചു പോയപ്പോൾ ആ ശവം കാണാൻ വന്നപ്പം കൊക്കയിലേക്ക് മറിഞ്ഞു, പെടലി ഒടിഞ്ഞു പോയിട്ട് ഞങ്ങളെല്ലാവരും കൂടിയാണ് കാറെ കൊണ്ടുപോയത്. ഒറ്റ മാസം ICU കിടന്നു. അപ്പം ഞാൻ ആദ്യത്തെ പറയാനായിരുന്നു, ഞാൻ മറന്നുപോയത്. അപ്പോൾ ICU കിടന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചേച്ചിയായിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ, എൻ്റെ മാതാവേ, ഞങ്ങളുടെ അച്ഛ ഇന്ന പോലെ ICU ഇറക്കണേ, 2 പെമ്മക്കളേ ഉള്ളൂ, ആരുമില്ല അവരെ നോക്കാനായിട്ട്, എൻ്റെ ആങ്ങളെയും അവിടെ അനീത്തിയെ കെട്ടിയവനും മാത്രമേ ഉള്ളൂ, പൂർണ്ണ സൗഖ്യം കൊടുക്കണേ എന്ന് പറഞ്ഞ്. അച്ഛയും റെസ്റ്റ് കഴിഞ്ഞ് 3 മാസം ഇപ്പം റെസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങാറായി. അച്ഛയുടെ കാര്യങ്ങളെല്ലാം സ്വന്തം ചെയ്യും. അച്ഛയുടെ ഭാര്യ ഒരു ദിവസം ഞങ്ങൾ വീട്ടിൽ, നാത്തൂൻ്റെ അമ്മ വീട്ടിൽ വന്ന് കിടന്നു. ഇപ്പം പപ്പ എല്ലാ കാര്യവും തന്നെ ചെയ്തോളും, കുഴപ്പമൊന്നുമില്ല. പെടലിയെല്ലാം കമ്പി ഇട്ടിരിക്കുവാണ്. പെടലി ഒടിഞ്ഞു പോയി, വലിയ കൊക്കയിലേക്കാണ് മറിഞ്ഞത്. അങ്ങനെ ആദ്യത്തെ അനുഭവം. പിന്നെ ഇത് ഇപ്പം എന്നെ കൃപാസനത്തിലേക്ക് കൊണ്ടുവന്ന് കൃപാസനാമ്മയുടെ അടുത്ത് യൂട്യൂബിൽ കയറി പ്രാർത്ഥിക്കാൻ പറഞ്ഞ കൂട്ടുകാരിയുടെ മോളാണ്. ഇവർക്ക് ശ്വാസം മുട്ടലുണ്ട്, ഇവിടുത്തെ ഉടമ്പടി എടുത്ത മോളുമാണ്. ഇവർക്ക് ശ്വാസം മുട്ടൽ കൂടിയിട്ട് കൊച്ചു മരിക്കാറായി. ഒരു പ്രൈവറ്റ് ആശുപത്രി മരണത്തോട് മല്ലടിക്കുമായിരുന്നു. അതെൻ്റെ വീടിൻ്റെ വാർക്കയുടെ അന്ന് വാർക്ക കഴിഞ്ഞ് ഞങ്ങളെല്ലാം സന്തോഷിച്ചു, പണിക്കാരെല്ലാം പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ പപ്പായും വന്നിട്ടുണ്ടായിരുന്നു, സഹായിക്കാൻ വന്നതാണ്. അങ്ങനെ വന്ന് വീട്ടിൽ പോയി കഴിഞ്ഞാൽ കൊച്ചിന് ശ്വാസം മുട്ടൽ കൂടി ഇൻഹേലറൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. കൃപാസനത്തിൽ വന്നു കഴിഞ്ഞ് ഉടമ്പടി എടുത്ത് പിന്നെ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് ശ്വാസം മുട്ടൽ കൂടി ഞാൻ ചെല്ലുമ്പോൾ കൊച്ച് ബെഡ് എടുത്ത് വലിക്കുന്ന, കണ്ണെല്ലാം നിലയിലാണ്. കൂട്ടുകാരത്തി ഓടിവായോ ഷിബിലിയേ, ഓടിവായോ, എൻ്റെ കൊച്ചിൻ്റെ ശ്വാസം ഇപ്പം പോവേ, എൻ്റെ കൊച്ചിപ്പം മരിച്ചു പോവേ എന്നും പറഞ്ഞു. എങ്ങനെയാണോ ഞങ്ങൾ ഒരു കാർ നിറച്ച ആൾക്കാർ ചെന്നപ്പോഴത്തേക്കും കൊച്ചിങ്ങനെ കണ്ണും മിഴിച്ച് കൊച്ചിന് ശ്വാസവും കൂടില്ല. എന്നാന്ന് പറഞ്ഞാൽ എൻ്റെ ഉടമ്പടി വസ്തുക്കൾ എല്ലാമായിട്ടാണ് ഞാൻ ഓടി. എനിക്ക് എവിടെ നിന്ന് കിട്ടുന്ന ഇതെല്ലാമായിട്ടാണ് ഞാൻ ഒരു നൈറ്റി ഇട്ടുകൊണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത്. ഞാൻ കൊച്ച് ചെന്ന ഉടനെ കൊച്ചിൻ്റെ വാ തുറന്നു. ഞാൻ തേൻ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. 2 കവൾ കൊച്ചിനെ കുടിപ്പിച്ച് അത് കഴിഞ്ഞ് ഉടമ്പടി തൈലും എല്ലാം കൊച്ചിൻ്റെ മുഖത്തും ദേഹത്തും എല്ലാം പുരട്ടി കഴിഞ്ഞ് കൊച്ചു കുറച്ച് ശമനിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മാതാവും ഈ കൊന്തയും കൊച്ചിൻ്റെ കാലിൻ്റെ വെള്ളയെ വെച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം കൊച്ചു ചാടി എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി. അവരുടെ ആൻറ്റിയമ്മ ദോശയും വെള്ളവും കൊണ്ടുവന്ന്, ഒന്നുമില്ലാതെ ഇവരും ഓടിപ്പോരുമായിരുന്നു. വെള്ളം കൊണ്ടുവന്ന് കൊച്ചു പൂർണ്ണ സൗഖ്യമായി. ഞാനും അന്ന് അമ്മയും മോളും കൊണ്ട് ബാക്കിയുള്ളവരോടെല്ലാം പൊക്കോളാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ കൂട്ടുകാരിക്ക് ആശ്വാസമായി, ഇനി ആരും വേണ്ടാന്ന് പറഞ്ഞു. ഞങ്ങൾ 3 പേരും അവിടെ സുഖമായിട്ട് കിടന്നു. വെളുക്കാറായപ്പോഴത്തേക്ക് എൻ്റെ ഭർത്താവ് വണ്ടിയായിട്ട് വന്ന് ഞാൻ പോയി. ഇവരെ ഒരു 10 മണിയായപ്പോൾ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. ഇവൾ +2 പാസ്സായ മോളാണ്. ഇവൾ നീറ്റ് എഴുതി പാസ്സായി. ഉടമ്പടി മാതാവിനെ ഒത്തിരി വിശ്വസിക്കുന്ന മകളാണ്, ഉടമ്പടിയിലിരിക്കുന്ന മകളാണ്. പിന്നെ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഇളയ മോന് ബാംഗ്ലൂർ പഠിക്കാൻ പോകാനായിട്ട് ഒരു കോഴ്സിൽ ചെന്ന് ചേരാനായിട്ട് പിന്നെ നിർബന്ധവും പോയി. ഇപ്പം ഞങ്ങൾ കോളേജിനെ കുറ്റൊക്കെ അറിഞ്ഞ് എല്ലാ കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തു കഴിഞ്ഞപ്പം പറഞ്ഞു എൻ്റെ മോനെ, എൻ്റെ 10 പൈസ ഇല്ല, ഈ വീട് പണി നടന്ന് പഞ്ചായത്തിൽ നിന്ന് പൈസ 4 ലക്ഷം രൂപ കിട്ടാൻ കിടക്കും. അതിന് മുമ്പാണ് എൻ്റെ മാതാവ് എനിക്ക് ഇതെല്ലാം ഒരുക്കി തന്നത്. എനിക്കറിയാൻ പാടില്ല. മാതാവിൻ്റെ ഇടപെടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്നത് എന്തും കിട്ടുമെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ നമുക്ക് കിട്ടും. എന്നിട്ട് ഞാൻ പറഞ്ഞു, മോനെ, നീ ഈ മാസം 5-ാം തീയതിക്ക് മുമ്പ് നിനക്ക് പൈസ കിട്ടാൻ നീ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവന് വിശ്വാസമൊന്നുമില്ല. അപ്പോൾ എൻ്റെ വിശ്വാസം കണ്ട് അവൻ പറഞ്ഞു, ഞാൻ മൗനമായിട്ടൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ എൻ്റെ മോന് ബാംഗ്ലൂർക്ക് പോകാനുള്ള പൈസകൾ മുഴുവനും റെഡിയായി. ഞങ്ങൾ ചെല്ലുമ്പം ബാങ്കിലൊക്കെ ഒരുപാട് 100-200-300 ആൾക്കാരിരിക്കുക. പക്ഷേ മാതാവ് അവിടെ ഇടപെട്ടുണ്ടല്ലോ. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം തെരുതെരിയാണ് ഭംഗിയാക്കി നടത്തുന്നത്. പിന്നെ എനിക്ക് മെയ് 14-ാം തീയതി എനിക്ക് ന്യൂമോണിയ, അതായത് എനിക്ക് വർഷങ്ങളായി, ഒരു 3-4 വർഷമായിട്ട് എനിക്ക്
വിട്ടുമാറാത്ത ചുമയാണ്. ഞാൻ TV ആണോ നോക്കാൻ പോകും, വേറെ എന്തൊക്കെ അസുഖങ്ങൾ, എല്ലാ ആശുപത്രികളിലും ചെക്കപ്പ് ചെയ്തിട്ട് എൻ്റെ ചുമ മാറുന്നില്ല. അവസാനം എനിക്ക് ന്യൂമോണിയ ആയിരുന്നു. ഞാൻ ഈ മെയ് 14 തീയതി ഞാൻ പനിയൊക്കെ കൂടുതലായിട്ട് ഞങ്ങളുടെ PHC നിന്ന് മരുന്ന് വാങ്ങിച്ചു, അല്ലാതെ വേറെ എല്ലാ ആശുപത്രി വഴിയിൽ നിന്നും എല്ലാം മരുന്ന് വാങ്ങിച്ചു. ഞാൻ ഇന്ന് കഴിഞ്ഞ് ലാസ്റ്റ് എൻ്റെ കൂട്ടുകാരത്തി വന്നു പോയപ്പോൾ ഞാൻ ന്യൂമോണിയ കൂടി മരിക്കാറായി വീട്ടിൽ കിടക്കുക. അവൾ എന്നെ അവിടെ സ്കൂട്ടിയിൽ വന്നുവെച്ച് എന്നെ ബസ്സേ കയറ്റി ആശ്രയിക്കുന്ന പറയാം, ന്യൂമോണിയയാണ്, വാർഡിലേക്ക് അഡ്മിറ്റ് ആക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, മേളിൽ ചെന്ന് കൊറോണ ടെസ്റ്റും കൂടി നടത്താൻ പറയും. കൊറോണയുടെ അവിടെ ചെന്നപ്പം അവിടുത്തെ മെയിൻ ഡോക്ടർ പറയാം കൊറോണയാണ്, പോസിറ്റീവ് ആകും, ICUലേക്ക് ആക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, എൻ്റെ കൃപാസന മാതാവേ, എനിക്ക് കൊറോണയും കൂടി വന്നു കഴിഞ്ഞാൽ എനിക്കിനി ജീവൻ കിട്ടത്തില്ല, പിന്നെ അമ്മ എനിക്ക് മാറ്റി തരുമെന്ന് ഉറപ്പുണ്ട്, എന്നാലും എൻ്റെ മാതാവേ എനിക്ക് കൊറോണ പോസിറ്റീവ് ആക്കരുതേ എന്ന് പറഞ്ഞു. എന്നെ 7 ദിവസം എന്നെ ആൻറ്റിബയോട്ടിക് ചെയ്ത് ആശുപത്രിയിൽ കിടക്കണം എന്ന് പറഞ്ഞു. ഞാൻ 4-ാം പൊക്കം എൻ്റെ മാതാവിൻ്റെ പ്രാർത്ഥനയുടെ അനുഗ്രഹം കൊണ്ട് മാത്രം ഞാൻ 4-ാം പൊക്കം മെഡിക്കൽ കോളേജിൽ നിന്ന് പോയി എൻ്റെ വർക്കുകളെല്ലാം ഭംഗിയായി ചെയ്യുന്നു. എൻ്റെ ചുമയും മാറി. എനിക്ക് തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത വിധം കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എല്ലാവരും എന്നെ പ്രാർത്ഥനയ്ക്ക് അപേക്ഷിക്കുമ്പോൾ ഞാൻ എല്ലാവർക്കും വേണ്ടി എൻ്റെ കൃപാസന മാതാവ് എൻ്റെ കൊന്ത ഞാൻ കഴുത്തായിട്ടാണ് നടക്കുന്നത്. ഏത് പാലിയേറ്റീവ് കെയറിൽ മാസത്തിൽ ഞങ്ങൾ 10-15 പാലിയേറ്റീവ് പോകും. ഞാൻ അവിടെ എല്ലാം പത്രവും കൊടുക്കും, അവർക്കെല്ലാം ആശ്വാസവും പകരും. ഈ മാതാവിനെ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും. 10-30-35 വയസ്സായി കഴിയുമ്പോൾ ഷുഗർ കൂടി കാല് ഒക്കെ മുറിച്ച് കളഞ്ഞവരാണ് കിടക്കുന്നത്. നമ്മൾക്കൊക്കെ ഒന്നുമില്ല. നമ്മൾ ഓരോ വീട് വഴി ചെല്ലണം, ഓരോ അനുഭവങ്ങൾ കാണണമെങ്കിൽ നമ്മൾ ലോകമെമ്പാടുമുള്ള മക്കൾക്ക് നേരം വെളുക്കുമ്പോഴെ മുദ്രയിട്ട് ഈശോയുടെ തിരുരക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അമ്മയുടെ കാപ്പയ്ക്കുള്ളിൽ മക്കളെ കാക്കണമേന്ന് പ്രാർത്ഥിക്കണം. നമുക്ക് വേണ്ടിയല്ല, നമ്മൾ ലോകമെമ്പാടുമുള്ള എല്ലാ മക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമുക്ക് ദൈവം മാതാവും ഇടപെട്ട് നമുക്ക് കോടാനുകോടി, എനിക്ക് ഇനിയും ഈ അൽത്താരയിൽ നിന്ന് എനിക്ക് ഇനിയും അനേക സാക്ഷ്യങ്ങൾ പറയാൻ എൻ്റെ മാതാവ് അനുഗ്രഹിക്കുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച് നിർത്തുന്നു. കോടാനുകോടി നന്ദി. യേശുവേ സ്തോത്രം. ഗ്ലോറി ഗ്ലോറി. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. പരിശുദ്ധ അമ്മയിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളാണ് ഇവിടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഈ സഹോദരിയിലൂടെ ലഭിക്കാനിടവന്ന സാഹചര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അനുഭവമായിട്ട്, അത് ഈ മകളിലൂടെ ലഭിച്ചതും സ്വന്തം കുടുംബത്തിൽ അതൊരു ഭവനത്തിൻ്റെ രൂപത്തിലാണെങ്കിലും ജീവിത പങ്കാളിയുടെ തൊഴിലിൻ്റെ രൂപത്തിലാണെങ്കിലും അങ്ങനെ ലഭിച്ച ചെറുതും വലുതുമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ പരിശുദ്ധ അമ്മയിലുള്ള അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലുള്ള വലിയൊരു വിശ്വാസത്തിൻ്റെ ആഴം വല്ലാണ്ട് വർദ്ധിച്ചതായിട്ട് ഒരുപാട് അനുഭവങ്ങൾ, അത് സ്വന്തം അനുഭവങ്ങളാവട്ടെ, അല്ലെങ്കിൽ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ അനുഭവങ്ങളാകട്ടെ, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന മകളുടെ ജീവിതത്തിലും ഇടപെട്ടതും എല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇനി മുൻപോട്ടുള്ള യാത്രയിൽ ഇതുപോലെ അമ്മ എടുത്ത് ഇനിയും ഉപയോഗിക്കട്ടെ എന്നും കർത്താവിൻ്റെ പ്രേക്ഷിത പ്രവർത്തന യാത്രകളും കരുണയുടെ യാത്രകളും കൂടുതൽ തികവോടുകൂടി ചെയ്യുവാനും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് മാറ്റുവാൻ ഈ മകളെയും ഈ കുടുംബത്തെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ച് ചെയ്തുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും, ഈ മകളുടെ ജീവിതത്തിൽ ചെയ്തുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് സർവശക്തനായ ദൈവത്തിൻ്റെ നാമം മഹത്വം.